Hello, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ടോപ്പ് മെറ്റീരിയലിൽ എംബ്രോയിഡറി ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കൂടുതൽ കാണിച്ചിരിക്കുന്ന ഒന്നെങ്കിൽ യോക്ക് പോർഷനിലുള്ള വർക്ക്സ് ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ബോട്ടം പോർഷനിലുള്ള വർക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ ലെങ്ത് വൈസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് കടായി കമ്മൽ വർക്കാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കടായി കമ്മൽ വർക്ക് ചെയ്യാനും ഹാങ്കറിൻ്റെ ത്രെഡും യൂസ് ചെയ്യാം, അതല്ല പേൾ കോട്ടൺ ത്രെഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. കൂടുതൽ ഭംഗി കിട്ടുന്നത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുമ്പോഴാണ്. അതിൻ്റെ ഒരു ഷൈനിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ തിന്നുമാണ്, നല്ല കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടണമെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യണം. അപ്പം ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് എംബോസ്മെൻറ്റ് കൂടുതലായിരിക്കും. 6 strands ഉള്ളത് കൊണ്ട് അത് തയ്ച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് തടിച്ചു നിൽക്കും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കടായി കമ്മൽ വർക്ക് ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ആങ്കറിൻ്റെ ത്രെഡ് കുറവ് നൂലിൽ എങ്ങനെ കടായി കമ്മൽ തയ്ക്കാം, അതുപോലെ തന്നെ എംബോസ്മെൻറ്റും എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. അപ്പം നിങ്ങൾ കാണിച്ചു തരുന്നത് മിസ് ആവാണ്ട് ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ പഴയത് കണ്ടുകൊണ്ടിരിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. പിന്നെ ഞാൻ കാണിച്ചു തരാം മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ വർക്ക് എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പം മെറ്റീരിയൽ ഇതാണ് മെറ്റീരിയൽ. എൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നെക്ക് ഇതിലേക്കൂടെ പോകും. സ്ക്വയർ നെക്കാണ്. അപ്പോൾ സ്ക്വയർ നെക്കിൻ്റെ ഈ ഒരു കോർണർ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നെക്ക് ഇവിടെയാണ് കംപ്ലീറ്റ് ആവുന്നത്, നെക്കിൻ്റെ ലൈൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിർത്തിയിട്ട് താഴത്തോട്ട് ഫുൾ ലെങ്ത്ത്, ഇപ്പോൾ 42 ഇഞ്ചിലോ ലെങ്ത് ഉണ്ട്, ആ ഇഞ്ചിൽ വരെ 42 ഇഞ്ച് വരെ ഫുൾ ലെങ്ത് ആയിട്ട് ഇത് ഇങ്ങനെ തയ്ച്ചു പോയിരിക്കുകയാണ്. അപ്പം ഈ ഒരു കടായി കമ്മൽ വർക്ക് നമ്മൾ 6 strands ആങ്കർ ത്രെഡ് ഇട്ട് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ ലീവ്സ് ലേസി ഡീസിയും സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് ഒരു പേളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലിനൻ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അത് 2.5 മീറ്ററിൻ്റെ ഒരു ടോപ്പ് മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് ക്രീം കളർ ത്രെഡ് ഇട്ട് തയ്ച്ചിരിക്കുന്നു. അപ്പം ഇതിപ്പോൾ ഒരു ഡെയിലി വെയറിന് പറ്റിയൊരു ഡിസൈൻ ആയിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഈ ടോപ്പ് ഡെയിലി വെയറിൻ്റെ പർപ്പസിനായിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് ഈ സെയിം ഡിസൈൻ തന്നെ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വിഡ്ത്തിൽ, ഈ ഒരു വീതിയിൽ നിങ്ങൾ അപ്പറയും ഇപ്പറയും സ്റ്റോൺസും കുഞ്ഞു ബീഡ്സും ട്യൂബ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ റെഡ് ക്ലോത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആൻറ്റി കളർ ട്യൂബ്സ്, റെഡ് കുഞ്ഞ് ഷുഗർ ബീഡ്സ് റെഡ് കിട്ടുവാണെങ്കിൽ അത് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫുള്ളും ഹെവി ആയിട്ട് മാറ്റുക. ഇത് സിൽക്കിലൊക്കെയാണ് തയ്ക്കുന്നതെങ്കിൽ അതുപോലെ നല്ലോണം സീക്വൻസും ബീഡ്സും ട്യൂബ്സൊക്കെ വെച്ചിട്ട് തിക്കായിട്ട് ഫുൾ ലെങ്ത്ത് ഇതുപോലെ തന്നെ ഈ സെയിം ഡിസൈൻ തന്നെ ഫുൾ ലെങ്ത്തിൽ ഇതുപോലെ ഹെവി ആയിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് മാറ്റാം. സിൽക്കിൽ അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലിൽ, അങ്ങനത്തെയൊക്കെ മെറ്റീരിയലിൽ ഇപ്പോൾ ഒരു ജോർജറ്റും ഷിഫോൺ മെറ്റീരിയലൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ളത് ആണ്. അപ്പോൾ പാർട്ടി വെയർസിനൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ സിൽക്കിനേക്കാളും കൂടുതൽ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇതുപോലെ തയ്ച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എംബോസ് ചെയ്ത് വർക്ക് നിൽക്കുകയും ചെയ്യുക. അതിൻ്റെ കൂടെ ബീഡ്സും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ലൈറ്റനിങ് ഷൈനിങ് ഇഫക്റ്റും കിട്ടും. അപ്പോൾ അതിന് പറ്റിയ ഒരു ഷോൾസിലും വേണമെങ്കിൽ ഇതുപോലെ തന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഭംഗി കൂട്ടാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മെറ്റീരിയലിൽ എങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ആങ്കറിൻ്റെ 6 strands ത്രെഡ് ഇട്ടാണ് തയ്ച്ചെങ്കിലും പേൾ കോട്ടനേക്കാളും കുറച്ചും കൂടെ എംബോസ്മെൻറ്റ് ഉണ്ടാകും. എന്നാലും നോർമലി 6 strands ഇട്ട് തയ്ക്കുന്നേക്കാളും കുറച്ചും കൂടെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. തയ്ക്കുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ എംബോസ്മെൻറ്റ് കുറയാനുള്ള കാര്യം എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് എംബോസ്മെൻറ്റ് തീരെ വേണ്ട എന്നുണ്ടെങ്കിൽ ആങ്കറിൻ്റെ നിങ്ങൾ വിചാരിക്കും എന്തിനകത്ത് വീഡിയോ കാണേണ്ട ആവശ്യം എന്തുകൊണ്ട് 6 strands മാറ്റി 3 strands ഇട്ട് തയ്ച്ചാൽ പോലെയാണ്. പക്ഷേ 3 strands ഇട്ട് തയ്ക്കുമ്പോൾ തീരെ തിന്നായി പോകും, ഒട്ടും എടുപ്പുണ്ടാവില്ല. അത് തന്നെ എല്ലാ സ്ട്രാൻഡ്സ് മാറ്റുമ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ തുന്നുമ്പം ആ നീറ്റ് ഫിനിഷിങ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 6 strands ഇട്ട് തന്നെ തയ്ക്കുന്നത്. അപ്പം 6 strands ഇട്ട് തന്നെയാണ് തയ്ക്കുന്നത്. പക്ഷേ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം.
പിന്നെ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ വന്നിരിക്കുന്ന 22 ഫ്ലവേഴ്സാണ്. 22 ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലെങ്ത് ആയിട്ട്. ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി വേറെ സ്ലീവ്സിലോ വേറെ ഒരു ഇതിലും സ്കാറ്റർ ചെയ്തോ തയ്ക്കേണ്ട. ഈ ഒരു സിമ്പിൾ ഡിസൈൻ മതി. സ്ലീവ്സിൽ വേണമെങ്കിൽ ബീഡ്സും എല്ലാം വെച്ചാൽ മതി. ഈ കടായിക്കമ്മൽ വർക്ക് ചെയ്യാൻ പോകണ്ട. അത് കുറച്ചും കൂടെ അത്ര ഭംഗി കൂട്ടത്തില്ല കയ്യിലൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ കടായിക്കമ്മൽ. അപ്പോൾ ബീഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ കയ്യിൽ നമുക്ക് ചെയ്യാം. അതല്ലാണ്ട് വേറെ എവിടെയും വർക്ക് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഇതിന് പാറ്റേൺ നല്ലത്. മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞ ലിനൻ കോട്ടൺ മെറ്റീരിയലാണ്. ഇതിന് ഞാൻ 275 റുപ്പീസിനാണ് മേടിച്ചത് പെർ മീറ്റർ. പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും. ഞാൻ മേടിച്ചത് 275 റുപ്പീസിനാണ്. ഇതൊരു ഡെയിലി വെയറിന് പറ്റിയ മെറ്റീരിയലാണ്. നല്ല വെച്ചാൽ ലൈനിങ് ഇട്ടും ഇടാണ്ടേ നമുക്ക് തയ്ക്കാവുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കടായിക്കമ്മൽ വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ വർക്കിൻ്റെ പാറ്റേണും എൻഡ് ഓഫ് ദി വീഡിയോ ഡിസൈൻ ബ്ലൂ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടാകും. ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇന്ന് പറയുന്ന ട്രിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് തയ്ക്കേണ്ട എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു ചുരിദാറിൻ്റെ നെക്ക് പോർഷൻ്റെ ഇവിടെ വരുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതിലേ കൂടെയാണ് നെക്ക് പോകുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഡിസൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കടായി കമലും സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ലെങ്ത് വൈസ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് ഫ്രെയിം ഇടുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. തയ്ച്ചതിൻ്റെ കടായി കമ്മലിൻ്റെ മേളിൽ കൂടെ ഫ്രെയിം ഇടാണ്ട് സൂക്ഷിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. 6 strands ഇട്ട് അത്ര കട്ടിക്ക് തയ്ക്കുമ്പം അതിൻ്റെ മേളിൽ ഫ്രെയിം ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാണ്ടുള്ള രീതിയിൽ ഫ്രെയിം ഇടാൻ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലീവ്സ് തയ്ക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന 2 കളേഴ്സാണ്. ഒന്ന് പൂവിന് കടായിക്കമ്മലിന് തയ്ക്കാനായിട്ട് 361ഉം പിന്നെ ഇതിൽ ലീവ്സ് തയ്ക്കാനായിട്ട് 245ഉമാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് തയ്ക്കുന്നത് 6 strandsഉം ലീവ്സ് സ്റ്റെമ്മൊക്കെ തയ്ക്കുന്നത് 3 strandsഉം വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 3 strands കോർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തയ്ച്ച് തുടങ്ങാം. ആദ്യം തന്നെ സ്റ്റെമ്മിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് അടി കൂടെ വേണമെങ്കിൽ വലിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി പെർഫെക്ഷൻ വേണം, നീറ്റ്നെസ് വേണം എന്നുണ്ടെങ്കിൽ ഓരോന്നത്തിനും നമുക്ക് കെട്ടിട്ടതാണെങ്കിലും തയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ലേസി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ 4 strands വരെ എടുക്കാം. അതിൽ കൂടുതൽ എടുക്കേണ്ട. 6 strands ഇട്ട് തയ്ക്കുമ്പോൾ 6 strands തന്നെ സ്റ്റെം ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ഒത്തിരി തടിച്ച് നിൽക്കും. അപ്പം അതിലൊരു ഭംഗിക്കുറവ് പോലെ തോന്നും. അതിൽ നല്ലത് 3 or 4 strands, അതിൽ കൂടുതൽ പോകണ്ട. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞ് ഇനി ഇവിടെ താത്തിയിട്ട് നമുക്ക് ലേസി സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ലേസി തയ്ക്കുമ്പോൾ കുഞ്ഞ് പെറ്റൽസ് അല്ലെങ്കിൽ ലീവ്സ് തയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം ലേസി വലിയ പെറ്റലൊക്കെ തയ്ക്കണേ എന്നുണ്ടെങ്കിൽ ഡബിൾ ലെയറൊക്കെ തയ്ക്കുവാണെങ്കിൽ, തിക്കായിട്ടിരിക്കാൻ ഡബിൾ ലെയറൊക്കെ തയ്ക്കുവാണെങ്കിൽ ഭംഗിയുണ്ടാകും. അല്ലെങ്കിൽ ഒത്തിരി നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ടിരിക്കും. ആ ഒരു ഉരുളിമ കിട്ടത്തില്ല. പെറ്റൽസ് ആയാലും ലീവ്സ് ആയാലും നീണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കുഞ്ഞിതായിട്ട് എപ്പോഴും തയ്ക്കാൻ ശ്രദ്ധിക്കുക ലേസി തയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ലീവ്സും സ്റ്റെംസും എല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇനി കടായിക്കമ്മലാണ് തയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ കടായിക്കമ്മൽ തയ്ക്കാനായിട്ട് ഒരു ക്രീം കളർ ത്രെഡാണ് യൂസ് ചെയ്തത്. 361 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ത്രെഡ് യൂസേജ് കുറയ്ക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കടായിക്കമ്മൽ ചെയ്യുമ്പോൾ എപ്പോഴും 6 strands ഇട്ടാണ് തയ്ക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ലൈൻസ് തയ്ക്കുന്നത് അത് 6 strands തയ്ക്കണമെന്നൊന്നുമില്ല. 2 or 3 strands എടുത്താൽ മതി. 2 or 3 or 4 അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് 2 strands മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 1 strandൽ നിൽക്കത്തുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇനി മുഴുവൻ അതിൻ്റെ മേളിൽ മുഴുവൻ നമ്മൾ തയ്ക്കുന്ന 6 strands ആയതുകൊണ്ട് 1 strands പറ്റില്ല. 2 മുതൽ എത്ര സ്ട്രാൻഡ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഈ ലൈൻസ് തയ്ക്കാനായിട്ട്. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ത്രെഡ് കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം. ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് വേറൊരു കളർ എടുത്തിട്ട് ലൈൻസ് തയ്ച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തയ്ക്കാവുന്നതാണ്.
അപ്പോൾ വേറെ ഒട്ടും ചേരില്ലാത്ത കോൺട്രാസ്റ്റ് കളേഴ്സൊന്നും എടുത്ത് ലൈൻസ് തയ്ക്കരുത്. ഓൾമോസ്റ്റ് ചേരുന്ന ലൈൻ കളർ തന്നെ എടുക്കുക. അത് നമ്മുടെ മെഷീൻ ത്രെഡ് ആയാലും കുഴപ്പമില്ല, ആങ്കറിൻ്റെ ത്രെഡ് തന്നെ വേണമെന്നില്ല. അത് 2 ഇതാക്കി എടുത്തിട്ട് തയ്ച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ക്രീം കളർ തന്നെ, ലൈറ്റ് ക്രീം എന്ന് പറയാം, ഒരു ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ലൈൻസ് തയ്ക്കുന്നത്. ഞാനിവിടെ 3 strands എടുത്തേക്കുന്നത്. നമുക്ക് 2 strands ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ലൈൻസ് തയ്ക്കുകയാണ്. അപ്പം ആദ്യം നമ്മൾ എല്ലാ പെറ്റൽസിൻ്റെയും ഇങ്ങനെ ലൈൻസ് തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് കെട്ടിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫില്ലിങ്ങിലോട്ട് പോണത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പെറ്റൽ ഫില്ല് ചെയ്തിട്ടാണ് അടുത്ത പെറ്റലിലോട്ട് പോകുന്നത്. ഇതുപോലെ നമുക്ക് ലൈൻസ് എല്ലാ പെറ്റൽസിനെയും തയ്ക്കാം. നമ്മൾ എല്ലാത്തിൻ്റെയും ലൈൻസ് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. അതിന് ഞാൻ ശരിക്കുമുള്ള നമ്മൾ എടുത്ത് വെച്ച് 361 ആങ്കർ ത്രെഡ്, ഒരു ക്രീം കളറാണ്, ഗോൾഡൻ ക്രീം എന്നൊക്കെ പറഞ്ഞ ഒരു കളറാണ്. അത് ഞാൻ 6 strands സൂചിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. സൂചി ഏതാണെന്ന് ചോദിച്ചാൽ നീഡിൽ സൈസ് 5 or 6 നമുക്ക് എടുക്കാം. അങ്ങനെ കുഞ്ഞ് സൈസ് ഏതെങ്കിലും എടുക്കാം. നീഡിലിൻ്റെ നമ്പർ കുറയും തോറും ഐ ഹോള്, നീഡിലിൻ്റെ ഐ വലുതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും സൈസ് യൂസ് ചെയ്യാം. 6 strands അതിൻ്റെ അകത്തൊക്കെ കയറുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ലൈൻസിൻ്റെ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. ഇതാണ് ഒരു പെറ്റൽ. 1 2 3 4 5 6 ലൈൻസ് ഉണ്ടാവും ഒരു പെറ്റലിന്. അപ്പോൾ ആ 6 പെറ്റൽസ് ലൈൻസ് വരച്ചതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്നോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൈഡിൻ്റെ താഴത്തുനിന്ന് നമ്മൾ കുത്തിയെടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ സൈഡാണ് എടുക്കുന്നത്. ഈ സൈഡ് താഴത്തുനിന്ന് കുത്തിയെടുത്തു. കുത്തിയെടുത്തിട്ട് ഇനി ഓൾട്ടർനേറ്റ് ഈ ലൈനിൻ്റെ മേലിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുന്നു. ഇതിൻ്റെ താഴത്തെ കൂടെ, പിന്നെ ഇതിൻ്റെ മേലിൽ കൂടെ, ഇതിൻ്റെ താഴത്തെ കൂടെ, മേലിൽ കൂടെ, താഴത്തെ കൂടെ, അങ്ങനെ ഓൾട്ടർനേറ്റ് ലൈൻസിൻ്റെ മേലിൽ കൂടെ താഴത്തെ കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യുകയാണ്. എന്നിട്ട് വലിക്കുക. ഒത്തിരി അങ്ങ് മുറുക്കെ വലിക്കേണ്ട, പയ്യൊന്ന് വലിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇതുവരെ തന്നെ, ഇതിൻ്റെ മേലിൽ കൂടെ, ഇതിൻ്റെ താഴത്തെ കൂടെ, ഓപ്പോസിറ്റ് വേയിൽ ഇതുവരെ പോകുന്നു. ഇതിപ്പോൾ ചിലവർക്ക് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ നീഡിലിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ, എന്ന് വെച്ചാൽ ഇത് ഉടക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ്. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ എടുത്താലും നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരാൾക്കാരുടെ ഇഷ്ടം പോലെ, സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനിങ്ങനെ സ്ട്രെയിറ്റ് തന്നെ നീഡിൽ എങ്ങനെയാണ് നമ്മൾ തയ്ക്കാൻ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം നമ്മളിങ്ങനെ തയ്ക്കുമ്പം നമ്മൾ ഈ ത്രെഡ് മേളിലോട്ട് കയറി വന്നെ ഈ ലൈൻസിൻ്റെ താഴത്തോട്ട് പോകണില്ല എന്നുണ്ടെങ്കിൽ ഈ നീഡിൽ യൂസ് ചെയ്ത് നമുക്കിതുപോലെ താഴത്തോട്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അപ്പോൾ ഇതിപ്പോൾ ഓരോ വട്ടവും ചെയ്യുമ്പം ഒത്തിരി അകന്ന വന്നി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്, വൃത്തിക്കായിട്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടുക്ക് ഒരു പേളാണ് വെക്കുന്നത്, വൈറ്റ് കളർ പേൾ. അപ്പോൾ അത് നമ്മൾ ഈ 1 strand 2 strand മറ്റേ കളർ ത്രെഡ് ആദ്യം ലൈൻസ് വെച്ച് കളർ ത്രെഡ് ലൈൻസ് തയ്ച്ച് ആ ത്രെഡ് വെച്ചിട്ട് നമുക്ക് നടുക്ക് ബീഡ് വെക്കാവുന്നതാണ്. ബീഡ് വെക്കാൻ ചിലവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. 2 ഹോൾസും സൈഡിലാക്കി വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനം ഒരുമിച്ചങ്ങ് ബീഡ് തയ്ച്ച് തീർത്താൽ മതി. അങ്ങനെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റിക്ക് ചെയ്യുമ്പോൾ 2 ഹോൾസും സൈഡിലായിട്ട് വേണം, സെൻറ്ററിൽ വരാണ്ട് 2 സൈഡിൽ നൂല് കയറ്റാവുന്ന ഇത് സൈഡിലായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ കടായി കമ്മൽ വെച്ചിട്ട് ഫുൾ ഡിസൈനും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ നമുക്ക് ബീഡ്സോ സ്റ്റോൺസോ എന്താണെന്ന് വെച്ച് വെക്കാം. ഞാനിവിടെ ഒരു പേളാണ് വെക്കുന്നത്, ഒരു മീഡിയം സൈസ് പേൾ. അപ്പോൾ ചിലവർക്ക് പേൾ എടുത്ത് ഇങ്ങനെ ഓരോന്ന് എടുത്ത് പിടിച്ചിട്ട് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് എല്ലാ ബീഡ്സും അല്ലെങ്കിൽ സ്റ്റോൺസ് എന്താണെന്ന് വെച്ചാൽ അത് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്
ഒന്ന് നമ്മൾ തയ്ച്ചു കൊടുക്കുക. അതും സെയിം കളർ ത്രെഡ്, വർക്ക് ചെയ്ത കളർ ത്രെഡോ അതല്ല മെറ്റീരിയലിൻ്റെ കളർ ത്രെഡ് ആയാലും കുഴപ്പമില്ല, ഏതായാലും യൂസ് ചെയ്ത് തയ്ക്കുക. അപ്പോൾ ഈ സ്റ്റോൺ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തയ്ച്ച് പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ കയറ്റിയിട്ട് ഈ ഹോള് മേളിൽ ഫേസ് ചെയ്ത് നിൽക്കരുത്. ഈ എന്തിൻ്റെ ആയാലും ഇപ്പോൾ ഏത് ബീഡായാലും ഈ ഹോള് മേളിലോട്ട് ഇങ്ങനെ വരരുത്. നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പം ഇങ്ങനെ, അപ്പോൾ നമ്മുടെ ത്രെഡ് കാണും. ഇങ്ങനെ വെക്കണമെങ്കിൽ നമ്മുടെ ത്രെഡ് കാണും. ഈ ഹോള് എപ്പോഴും, ബീഡിൻ്റെ ഹോൾ എപ്പോഴും സൈഡിൽ ഇങ്ങനെ സൈഡ് ടു സൈഡ് ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം തയ്ക്കാനായിട്ട്. അപ്പം ബീഡ് വലിച്ച് അറ്റം വരെ എത്തിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബീഡ്സ് എല്ലാം വെക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ബീഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലായിടത്തും നമുക്ക് ബീഡ്സ് വെക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എളുപ്പത്തിലല്ല, എങ്ങനെയാണ് കുറവ് നൂലും കൊണ്ട് കടായി കമ്മൽ ചെയ്യേണ്ടേ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.